വിദ്യാ വയേഴ്സ് ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ സാമ്പത്തിക ഫലങ്ങളും അവരുടെ ഭാവി പദ്ധതികളും പെട്ടെന്നൊന്ന് പരിശോധിച്ചാലോ? ഇന്ത്യയിലെ പ്രമുഖ കോപ്പർ അലൂമിനിയം വയർ നിർമ്മാതാക്കളായ ഇവർ വലിയ സാമ്പത്തിക വളർച്ച ഇപ്പോൾ നേടിയിട്ടുണ്ട്. പക്ഷേ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം കാരണം ലാഭം നിലനിർത്താൻ അവർ നേരിടുന്ന ചില കടുത്ത വെല്ലുവിളികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്കിവരുടെ കുതിച്ചുയരുന്ന വരുമാനവും ഇടിയുന്ന മാർജിനും നോക്കാം. കഴിഞ്ഞ പാദത്തിൽ കമ്പനിയുടെ വരുമാനം 58% വർദ്ധിച്ച് 598.8 കോടി രൂപയായും ലാഭം 55% വർദ്ധിച്ച് 19.6 കോടിയായുമൊക്കെ ഉയർന്നിട്ടുണ്ട്. കേൾക്കുമ്പോൾ കൊള്ളാമല്ലേ? എന്നാൽ കോപ്പർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയത് അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിനെ ശരിക്കും ബാധിച്ചു. ഇതൊരു രസകരമായ അവസ്ഥയാണ്. അതായത് നമ്മുടെ വാഹനം അതിവേഗം മുന്നോട്ട് കുതിക്കുന്നുണ്ട്, പക്ഷേ ഇന്ധനവില പോക്കറ്റ് ചോർത്തുന്നു. ആ ഒരു അവസ്ഥയാണിത്. ഇനി രണ്ടാമതായി ഈ പ്രതിസന്ധി അവരെങ്ങനെ മറികടക്കും എന്നുള്ള അവരുടെ വികസന പദ്ധതികൾ നോക്കാം. IPO വഴി സമാഹരിച്ച തുക ഉപയോഗിച്ച് അവർ കടങ്ങൾ വീട്ടുകയും ALCU എന്ന സബ്സിഡിയറി വഴി ഉൽപ്പാദനശേഷി 19,680 മെട്രിക് ടണ്ണിൽ നിന്ന് 37,680 മെട്രിക് ടണ്ണായി ഇരട്ടിയാക്കുകയും ചെയ്യുകയാണ്. പോരാത്തതിന് സ്വന്തമായി കോപ്പർ കാഥോഡുകൾ നിർമ്മിക്കുന്നത് അവരുടെ മാർജിൻ മെച്ചപ്പെടുത്താൻ തീർച്ചയായും സഹായിക്കും. എന്നാലും ഒരു സംശയം ബാക്കിയാണ്. ആഭ്യന്തരമായുള്ള ഈ ഉൽപ്പാദനം ശരിക്കും ആഗോളതലത്തിലുള്ള കോപ്പർ വിലയുടെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുമോ? അവസാനമായി നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ഹരിത ഊർജ്ജ പദ്ധതികളെക്കുറിച്ചാണ്. 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കാർബൺ പുറന്തള്ളലിൽ 75% കുറവ് വരുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല കേട്ടോ. അവരുടെ ആദ്യ ലക്ഷ്യം വെറും 50%ആയിരുന്നു. അതിനേക്കാൾ വളരെ മികച്ച നേട്ടമാണിത്. വ്യാവസായിക വളർച്ചയ്ക്കൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നതിന്റെ ഒരു ഉഗ്രൻ ഉദാഹരണമാണിത്. ചുരുക്കത്തിൽ മികച്ച ഉൽപ്പാദന വികസനവും ഹരിത സംരംഭങ്ങളും വിദ്യാവയസ്സിനെ കൂടുതൽ ശക്തമാക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം അവർ എങ്ങനെ നേരിടും എന്നതിലാണ് കമ്പനിയുടെ യഥാർത്ഥ ഭാവി വിജയമിരിക്കുന്നത്.